രഞ്ജിത്ത് പണിക്കറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയായിരുന്നു ഞാൻ. നാളെ വില്ലനാകാൻ തയ്യാറെടുക്കുന്ന വോട്ടിംഗ് മെഷീൻ കൂട്ടിയും കിഴിച്ചും ഇരിക്കുകയായിരുന്നു. അതിലിടയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. ഇനിയിപ്പോൾ ആകെ തെറിവിളിക്കാൻ പറ്റുന്നത് EVM-നെയാണ്. ഇന്നലെ പറഞ്ഞിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പെയ്ഡാണ്, അതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. ആദ്യം ബഹിഷ്കരിക്കാൻ തുടങ്ങി, പിന്നീട് ബഹിഷ്കരിച്ചാൽ തോൽവി സമ്മതിക്കുമെന്ന BJP-യുടെ ക്യാമ്പയിൻ വന്നതോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വാസമില്ല. നാളെ എത്രയിടത്ത് EVM-കൾ പഴികേക്കുമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, അത് എത്രയിടത്ത് എന്നുള്ളതല്ല, എല്ലായിടത്തും. അത് പക്ഷേ ഏത് സമയത്ത് തുടങ്ങും എന്നുള്ളത് മാത്രമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കേരളത്തിലടക്കം ചില മാധ്യമ സ്ഥാപനങ്ങളിലുള്ള ചില അവതാരകർ ഉൾപ്പെടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്തേക്ക് തന്നെ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെയുള്ള ചർച്ചയിൽ തന്നെ EVM-നെ സംശയിക്കുന്നുണ്ട്. ഞാൻ കേട്ട ഒരു ഡിസ്കഷനിൽ പറയുന്നത് 250 സീറ്റിന് മുകളിലേക്ക് BJP വരികയാണ് എങ്കിൽ EVM-നെ ഞാൻ സംശയിക്കും എന്നൊക്കെ അവതാരകർ പറയുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, EVM-മായി ബന്ധപ്പെട്ട് കുറേയധികം ആരോപണങ്ങൾ ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അവിടെ ഇങ്ങനെ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള EVM-ൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഈ ജനങ്ങളുടെ മാൻഡേറ്റ് എന്താണ് എന്നതിനെ പറ്റി ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്തറിയാത്തവൻ പേനയെ കുറ്റം പറയും എന്ന് പറയുന്നത് പോലെ EVM-നെ കുറ്റം പറയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ എക്സിറ്റ് റൂട്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ചില വാദങ്ങളൊക്കെ ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ സോയ പറയുന്നത് കേട്ടു. എനിക്ക് അതിശയമാണ് തോന്നിയത്. കാരണം ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നത് തന്നെ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രിയെ പറ്റിയും എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നതിനെ പറ്റിയൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് കോൺഗ്രസിന് തന്നെ ആ ഒരു വാദമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് എവിടെയെങ്കിലും അത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടോ, അത് ആർക്കും അറിയില്ല എവിടെയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. ഒരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഉമേഷിന്റെ ആ ചോദ്യത്തിലേക്ക് വരാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയാണ് ഈ ഒരു വിഷയം വലിയ കാര്യമായിട്ട് പ്രസ് ചെയ്തത്. അന്ന് കോൺഗ്രസ് ഒപ്പം ഉണ്ടായിരുന്നു, പിന്നീട് കോൺഗ്രസ് സ്കൂട്ട് ചെയ്തു. പക്ഷെ അത് റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയി. അപ്പൊ അവിടെ നിന്ന് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായതുകൊണ്ട് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം അവര് CIC-യെ സമീപിച്ചു. RTയുടെ ബോഡി ആയിട്ടുള്ള CIC-യെ സമീപിച്ചു. CIC ആവശ്യപ്പെട്ടതനുസരിച്ച് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയാണ് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ ഹാജരാക്കിയത്. അന്ന് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു കാര്യം. അത് വളരെ കൃത്യമായിട്ട് ആ യൂണിവേഴ്സിറ്റി തന്നെ വിശദീകരിച്ചതാണ്. സമ്പൂർണ്ണ രാജ്യശാസ്ത്ര എന്ന പേരിലാണ് 1980-കളിൽ അവിടെ കോഴ്സ് ഉണ്ടായിരുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അതിനെ അവർ കൺവേർട്ട് ചെയ്തതാണ് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നാക്കിയത്. അങ്ങനെ ആയിരുന്നില്ല കോഴ്സിന്റെ പേര്, സമ്പൂർണ്ണ രാജ്യശാസ്ത്ര എന്നാണ്. 8 പേപ്പറുകളുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ 2 വർഷത്തെ PG കോഴ്സ് ആയിരുന്നു. നരേന്ദ്രമോദിക്ക് 62% മാർക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയാണ് അവരവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചത്. അതോടെ കോൺഗ്രസ് പിന്നെ ആ വാദവുമായിട്ട് പോയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഡോക്ടർ സോയയോട് പറയാനുള്ളത്, കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തിന് മുകളിലായിട്ടുള്ള രാജ്യസഭാ MP ആയിട്ടുള്ള രാജീവ് ശുക്ലയുണ്ട്. ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് രാജീവ് ശുക്ലയാണ് പരസ്യമായിട്ട് പറഞ്ഞത് നരേന്ദ്രമോദിക്ക് PG ഉണ്ട് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുന്ന സമയത്ത് വ്യാജമായിട്ട് നിർമ്മിച്ചതല്ല. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്ന സമയത്ത് 2000-ന് മുൻപ്, എനിക്ക് തോന്നുന്നു 2000-ലോ അല്ലെങ്കിൽ 99-ലോ മറ്റോ രാജീവ് ശുക്ലയുമായി നടത്തിയിരുന്ന ഒരു സംഭാഷണത്തിൽ വീഡിയോ റെക്കോർഡഡ് ആണ്. അതിന്റെ വീഡിയോ അടക്കമാണ് അദ്ദേഹം തന്നെ അത് മുന്നോട്ട് വെച്ചത്. അതിൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് ഞാൻ ഒരു എക്സ്റ്റേണൽ സ്റ്റുഡന്റ് ആയിട്ടാണ് PG ചെയ്തിരിക്കുന്നത് എന്ന്. അത് തന്നെയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാദത്തിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് രാജ്യസഭാ MP ആയിട്ടുള്ള രാജീവ് ശുക്ലയാണ് എന്നുള്ളത് കോൺഗ്രസ് വക്താവിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ EVM-നെ ഒക്കെ കുറ്റം പറയുക എന്ന ഒരു രീതിയിലത്തേക്ക് എന്തുകൊണ്ട് ഒരു പ്രതിപക്ഷ സഖ്യം പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നത് ഇന്ത്യ മുന്നണി എന്നൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യനിര എന്നൊക്കെയാണ്. അത് സത്യത്തിൽ ഒരു പ്രതിപക്ഷ അനൈക്യനിരയാണ്. കാരണം ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കുറേയധികം ആശയങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ തമ്മിൽ ഒരു ഒത്തൊരുമ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആണ്. BJP-യേക്കാൾ റൈറ്റ് വിങ് ആയിട്ടുള്ള ശിവസേന മുതൽ വളരെ ലെഫ്റ്റ് ആയിട്ടുള്ള പാർട്ടികൾ വരെ ചേർന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആശയപരമായിട്ട് ഒരിക്കലും ഒരു നയപരമായിട്ട് ഒരു പോളിസി ഫോർമേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മളിപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഖ്യവും അതിലുള്ള ഐക്യവും മാത്രമാണ്. അതിൽ തന്നെ എന്തൊക്കെയാണ് പ്രശ്നമെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ BJP-ക്ക് 1 സീറ്റ് കിട്ടുമോ 2 സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. ആ ഒരു സാധ്യത തന്നെ ഇല്ലാതെയാക്കുമായിരുന്നു
കേരളത്തിൽ ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ UDF-ഉം LDF-ഉം 10 സീറ്റുകൾ വീതമാണ് മത്സരിച്ചിരുന്നതെങ്കിൽ നിസ്സംശയം പറയാം 20 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിലേക്ക് പോകും. അപ്പൊ ഇന്ത്യ സഖ്യം കേരളത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമേ ഉടക്കു വെച്ചിരിക്കുന്നത് കോൺഗ്രസും CPM-ഉമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഭിന്നിച്ചു നിന്നിട്ടാണെങ്കിലും ഈ കിട്ടുന്ന ടോട്ടൽ ടാലി, അതിപ്പോ 17 ആയാലും 20 ആയാലും എത്രയായാലും അത് എവിടേക്കാണ് പോവുക? ഇന്ത്യ സഖ്യത്തിലേക്ക് തന്നെയാണ്. അപ്പൊ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടാക്ടിക്കാണ് അവർ കേരളത്തിൽ നോക്കിയത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ. ഇപ്പൊ നമ്മൾ ബംഗാളിലേക്ക് പോകുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രാരംഭഘട്ടം മുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ട്, ആദ്യമുള്ള മീറ്റിങ്ങിലൊക്കെ വരും. ഇപ്പൊ മീറ്റിങ്ങിലും വരത്തില്ല, അവരുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ അയച്ചാലായി. തന്നെയുമല്ല സീറ്റ് ഷെയറിങ്ങിനൊട്ട് താല്പര്യവുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ രീതിയിലത്തേക്കുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആം ആദ്മി പാർട്ടിയെ നോക്കൂ. ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സീറ്റ് ഷെയറിംഗിലേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസ് തന്നെ പലപ്പോഴും പല പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മർക്കട മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട്, ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ വരിഞ്ഞു മുറുക്കുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് പറയുന്നത് ആരെയാണ്? ജയിലിൽ പോയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെയാണ്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകാൻ കാരണം ആരാണ്? കോൺഗ്രസ് ആണ്. അവിടെ ഡൽഹിയിൽ ലിക്കർ സ്കാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് മാക്കനാണ്. ഇന്നും ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും 100 കോടി രൂപയുടെ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ആ അഴിമതി പണം ഗോവയിൽ കോൺഗ്രസിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിന്റെ എക്സെപ്റ്റ്സ് മുഴുവനും ഒരു PDF ഡോക്യുമെന്റായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ അഴിമതിക്കാരെന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് ഒരു വലിയ വിവാദമാകുന്നു, അതിൽ നടപടിയെടുക്കുന്നു, കേജ്രിവാൾ അറസ്റ്റിലാകുന്നു, മറ്റുള്ള ആൾക്കാർ അറസ്റ്റിലാകുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നൊരു യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. അങ്ങനെ എടുത്തിരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. എന്നിട്ടോ ആം ആദ്മി പാർട്ടി ആരുടെ അഴിമതി ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്? കോൺഗ്രസിന്റെ റോബർട്ട് വാദ്രയുമായിട്ടുള്ള ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം ഡൽഹിയിൽ ഉൾപ്പെടെ സീറ്റ് ഷെയറിംഗ് എഗ്രിമെന്റ് ഇപ്പൊ ആരുമായിട്ടാണ്? കോൺഗ്രസുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം മറ്റുള്ള ആൾ കള്ളനാണ് എന്നതിനെ പറ്റി നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഇത് ഒക്കെ തന്നെ മറന്നുകൊണ്ട് നമുക്ക് BJPയെ പരാജയപ്പെടുത്താം എന്നൊരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ഇനി ഇത് അനൈക്യ മുന്നണിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം തന്നെ ഇതിപ്പോ എവിടെയാണ്? ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്ന ഘട്ടത്തിലുള്ള എഗ്രിമെന്റ് മാത്രമാണ്. ഇനി ഇത് മാത്രമാണോ? ഇത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് പ്രവർത്തിക്കുക? ഒരു നയരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊരു ആരോഗ്യം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടോ രാജ്യത്തിന്റെ സുരക്ഷ, വിദേശ ധനകാര്യം അല്ലെങ്കിൽ വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു നയം രൂപീകരിക്കുന്നത്? ഇതിൽ ഈ പറയുന്ന 15 പാർട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 16 അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നിച്ചൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോൺഗ്രസ് ഇപ്പോഴും അതിൽ ഈ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന നിലയ്ക്ക് നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും മറ്റൊരു പ്രധാനപ്പെട്ട പാൻ ഇന്ത്യ പാർട്ടി ഇല്ല എന്നുള്ളതാണ്. അതിലിപ്പോ ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിയെ കണ്ടുകൂടാതിരിക്കാനുള്ള കുറേയധികം കാരണങ്ങളുണ്ട്. കാരണം അവര് വളരുകയാണ് എങ്കിൽ കോൺഗ്രസിനെ തിന്നിട്ടാണ് അവർ വളരുക. ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് സർക്കാരിനെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി സർക്കാർ അവിടെ ഉണ്ടാക്കിയത്. അതേപോലെ പഞ്ചാബിൽ കോൺഗ്രസിന്റെ സർക്കാരിനെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് അവിടെ ആം ആദ്മി പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ഥലത്തും ആം ആദ്മി പാർട്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് BJPയെ ഇല്ലാതെയാക്കിക്കൊണ്ടല്ല, നേരെ മറിച്ച് കോൺഗ്രസിനെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ്. അപ്പോ കോൺഗ്രസ് ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുമ്പോൾ അവരുടെ ആരോപണത്തിലാണ് പോകുന്നത് എങ്കിൽ പോലും അതിപ്പോ ഈ പറഞ്ഞൊക്കെ പ്രസംഗിച്ചൊക്കെ നടക്കാമെങ്കിലും ഉള്ളിൽ കോൺഗ്രസിന് സന്തോഷമാണ്. കാരണം കോൺഗ്രസ് സാധ്യതകളെയാണ് ഇവര് അല്ലാതെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഉള്ളിലുള്ള പ്രശ്നങ്ങള്, തൊഴുത്തിൽ കുത്തുകള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇനി മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമോ ഇതെല്ലാം ഒരുപക്ഷെ ഒരു 1% പാർട്ടി അല്ലെങ്കിൽ റീജിയണൽ പാർട്ടി സ്വഭാവമുള്ളതാണ്. നമ്മളിപ്പോ പേരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ 3ാമത്തെയോ 4ാമത്തെയോ ഒക്കെ വലിയ ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറയുന്നത് BSP ഒക്കെ ആയിരിക്കാം. പക്ഷെ എത്രത്തോളം അവർക്ക് സ്വാധീന ശക്തി ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഉത്തർപ്രദേശിൽ പോലും ഇന്ന് വലിയ സ്വാധീന ശക്തി ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട്, സാങ്കേതികമായിട്ട് മാത്രം ഒരു ദേശീയ പാർട്ടിയായിട്ട് നിൽക്കുന്ന CPM-നെ പോലെയുള്ള അല്ലെങ്കിൽ BSPയെ പോലെയുള്ള പല പാർട്ടികളാണ് അവിടെ ഉള്ളത്. ഈ പാർട്ടികൾക്കൊന്നും തന്നെ നമുക്ക് ഒരുപക്ഷെ സാധാരണക്കാർക്ക് BJPയുടെ കോൺഗ്രസിന്റെ ഒരു 5 നേതാക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും. നമുക്ക് DMKയുടെ, സമാജ്വാദി പാർട്ടിയുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ, YSR കോൺഗ്രസിന്റെ ഈ പറയുന്ന പാർട്ടികളുടെ ഒക്കെ ഒരു 5 നേതാക്കന്മാരെ പറയാൻ കഴിയുന്ന എത്ര ആൾക്കാർ സാധാരണക്കാരുണ്ട്? അത്ര മാത്രമേ ഈ പാർട്ടികളുടെ സ്റ്റേറ്റിന് പുറത്തേക്കുള്ള അക്സെപ്റ്റൻസ് ഉള്ളൂ.
അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇപ്പോഴും റീജിയണൽ സെൻട്രിക് ആയിട്ടുള്ള കുറേയധികം പാർട്ടികൾ ഒരു സഖ്യം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ കോൺഗ്രസിന് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ സ്ഥാനാർത്ഥിയെ നിർത്താം, BJPക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, ഒരു പരിധി വരെ ആം ആദ്മി പാർട്ടിക്കും എവിടെ വേണമെങ്കിലും നിർത്താം. പക്ഷെ DMKയുടെ ഒരു സ്ഥാനാർത്ഥി ബീഹാറിൽ പോയി നിന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ബീഹാറിൽ നാളെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഒരു DMK സ്ഥാനാർത്ഥിയാണ്. വല്ല കാര്യമുണ്ടോ? കർണാടകത്തില് അല്ലെങ്കിൽ തമിഴ്നാട്ടില് TMCയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാലോ? അപ്പൊ അവിടെ ഇന്ത്യ സഖ്യമൊന്നുമില്ല. വോട്ടർമാരുടെ ഇടയിൽ അത് വോട്ടായിട്ട് മാറുകയുമില്ല. അപ്പൊ പ്രാദേശികമായിട്ട് മാത്രം നിൽക്കുന്ന കുറെ കക്ഷികളാണ്. ഇവരുടെ താല്പര്യം എന്തായിരിക്കും? ഈ സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് പ്രാദേശിക താല്പര്യമാണ്. ഇവരൊപ്പം നിൽക്കുന്ന ആൾക്കാരെ നേരത്തെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ തിന്നു വളർന്നു എന്ന് പറഞ്ഞതുപോലെ ഇവര് വളരാൻ നോക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന ആളിനെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ്. അപ്പൊ ആ ഒരു പേടി, ഭയം ഇവർക്ക് എല്ലായ്പ്പോഴും ഉള്ളിലുണ്ട്. ഇപ്പൊ DMKയെ സംബന്ധിച്ചിടത്തോളം DMKക്ക് വലിയ ആസ്പിറേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിലേക്ക് വന്ന് ഒരു വലിയ പാർട്ടിയാവുക, കർണാടകത്തിലേക്ക് പോയിട്ട് ഒരു വലിയ പാർട്ടിയാവുക, ഈ താല്പര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തേക്കും തമിഴ്നാട്ടിൽ അധികാരം നിലനിർത്തുക. YSR കോൺഗ്രസിന്റെ താല്പര്യം ഇതേപോലെയാണ്, ബിജു ജനതാദളിന്റെ താല്പര്യം ഇതേപോലെയാണ്, TMCയുടെ താല്പര്യം ഇതേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരുടെയും താല്പര്യം ഇതാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടി മറ്റൊരു സംസ്ഥാനത്തേക്ക് വളരാനുള്ള സാധ്യതയുമില്ല, മറ്റൊരാളിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്താനുള്ള സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമുള്ള പാർട്ടികളായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇവരെ ഒരുപക്ഷെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനായിട്ട് BJPക്കും കൂടുതൽ എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബിജു ജനതാദളിനെ പോലെയുള്ള YSR കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ പലപ്പോഴും രാജ്യസഭയിൽ BJPക്ക് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ ആശയപരമായിട്ട് അവരുടെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്നിപ്പോ എതിർചേരിയിലാണെന്നോ അല്ലെങ്കിൽ രണ്ട് ചേരിയിലും ഇല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടികളൊക്കെ നിൽക്കുമ്പോൾ പോലും ഇവരൊക്കെ പല കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള നയങ്ങളും നിയമങ്ങളും രാജ്യസഭയിൽ പാസ്സാക്കി എടുക്കുന്ന സമയത്ത് BJPയോടൊപ്പം നിന്നിരിക്കുന്ന പാർട്ടികളാണ്. അത് ഒന്നുകിൽ വോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അസാന്നിധ്യം കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPയിൽ നിന്ന് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോളിസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധനകാര്യ പാക്കേജ് ഒക്കെ സംസ്ഥാനത്തിന് കിട്ടിയാലോ എന്ന് താല്പര്യമുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് അവരിലൂടെ സംസ്ഥാന ഭരണം എല്ലാ കാലത്തും നിർത്തുക എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ പാൻ ഇന്ത്യ ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായിട്ട് ഈ INDIA സഖ്യം നിലനിൽക്കുന്നിടത്തോളം കാലം അത് BJPക്ക് ഒരു വലിയ ത്രട്ട് ഉണ്ടാക്കില്ല. അതായത് ഞാൻ പറഞ്ഞത്, അധികാരം ഏതെങ്കിലും ഒരു കാരണവശാൽ അവർക്കൊരു ഹങ് പാർലമെന്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് സ്റ്റേബിൾ ആവില്ല. ഇപ്പൊ നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. അവിടെ വിപ്പ് കൊടുക്കുന്ന സമയത്ത് പിന്നെ കോൺഗ്രസിന്റെ വിപ്പ് കേൾക്കാനായിട്ട് കോൺഗ്രസിന്റെ തന്നെ MLA തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട്, അയോഗ്യരാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കർക്ക് ഒരുപക്ഷെ നിർബന്ധിതനാകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് ബൈപോളിലേക്ക് പോവുകയാണ്. ആ ബൈപോളിലേക്ക് പോകുന്ന സമയത്ത് പിന്നീട് എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു കാരണവശാൽ BJPക്ക് ആ സീറ്റുകളെല്ലാം ജയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയും കോൺഗ്രസിന്റെ കാര്യം പിന്നെ കഷ്ടത്തിലാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോ മനു അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് ചുമ്മാതെ നടന്ന് രാജ്യസഭയിലേക്ക് പോകേണ്ടുന്ന ഒരു സ്ഥലത്ത് അവിടെ പ്രതീക്ഷിക്കാതെ BJPയാണ് ജയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ വലിയ ഭൂരിപക്ഷം ഉണ്ട് എന്നൊക്കെ കരുതുന്ന കോൺഗ്രസിനെ പോലും, അവിടെയുള്ള ആൾക്കാർക്ക് പോലും BJPയിലേക്കുള്ള ഒരു താല്പര്യം, ഒരു കണ്ണ് എല്ലായ്പ്പോഴും അവിടെ നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്. ഇപ്പൊ പലപ്പോഴും പറയും BJP കുതിരക്കച്ചവടം നടത്തുന്നു, BJP ആളെ കൊണ്ടുപോകുന്നു, റിസോർട്ട് പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ പറയുമെങ്കിൽ കാശ് കൊണ്ട് ഒരുത്തിന് വാങ്ങാനല്ലേ പറ്റുള്ളൂ. വിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ തയ്യാറായല്ലേ പറ്റൂ. ഈ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഈ കോൺഗ്രസ്സുകാരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അത് കോൺഗ്രസിന്റെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റുള്ള പാർട്ടികൾക്ക് അതേപോലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജയിക്കാനായില്ല എങ്കിൽ പിന്നീട് അവനവനെ തന്നെ കുറ്റം പറയുക എന്നുള്ളത് സാധ്യമല്ലാത്തത് കൊണ്ടും ജനങ്ങളുടെ മാൻഡേറ്റിനെ പുച്ഛിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടും EVMനെ കുറ്റം പറയുക എന്ന് പറയുന്ന അവസാന റിസോർട്ടിലേക്ക് എത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.